ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. സുബ്ഹാനല്ലാഹ്, ഖദ്റിന്റെ ഒരു രാത്രി എന്ന് പറയുന്നത് സംഭവ ബഹുലമാണ്. ഒരാള് മരിക്കാതെ ഭൂമിയിൽ കാലാകാലം ജീവിച്ചാൽ ഒരാൾക്ക് എന്തു നേട്ടമാണോ കിട്ടുക, അതേ നേട്ടമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരൊറ്റ രാവ് കൊണ്ട് കിട്ടുന്നത്. അപ്പൊ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം എത്രയാണ് നമ്മൾ ഉൾക്കൊള്ളണം. ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം എത്രയാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. 1000 മാസത്തെക്കാൾ പുണ്യമുള്ള 1000 മാസത്തെക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത 1000 മാസങ്ങളെക്കാൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലങ്ങളെ അതിന് കൂട്ടാൻ പറ്റും. പിന്നെയൊക്കെ ലൈലത്തുൽ ഖദ്ർ ഉള്ള കാലങ്ങൾ. ഇനി അപ്പോൾ ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് ഇത്ര വലിയ മഹത്വം ഇതിനുണ്ടെങ്കിൽ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, ഫഹിയ അഫ്ളലു ലയാലിസ് സന. ഒരു വർഷത്തിലെ രാത്രികളിൽ ഏറ്റവും ബഹുമാനമുള്ള രാവാണ് ലൈലത്തുൽ ഖദ്ർ. ഇത് പറയുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ വയല് കേട്ട ഉസ്താദുമാരുണ്ട്, ഉമ്മമാരും ഉപ്പമാരും സഹോദരന്മാരും ഒക്കെ ഉണ്ടാവും. എന്നല്ല, കിതാബ് ഓതിപ്പടിച്ച ഉസ്താദുമാരും ഉണ്ടാവും. അത് ശരിയല്ലല്ലോ ഉസ്താദെ. ലൈലത്തുൽ ഖദ്റിനേക്കാൾ വലിയ മഹത്വം ലൈലത്തുൽ മീലാദിനാണെന്നല്ലേ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. റസൂലുള്ള ജനിച്ച രാത്രിക്കാണ് ലൈലത്തുൽ ഖദ്റിനേക്കാൾ വലിയ ബഹുമാനം. കാരണം ലൈലത്തുൽ ഖദ്റിൽ എന്താ ഉണ്ടായത്? വിശുദ്ധ ഖുർആനാണ് അവതരിക്കുന്നത്, അല്ലേ? ലൈലത്തുൽ ഖദ്റിൽ വിശുദ്ധ ഖുർആൻ അവതരിച്ചു. അതൊരു മഹത്വമാണ്, സമ്മതിക്കുന്നു. എന്നാൽ ആ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം അല്ലാഹു പറഞ്ഞതെന്താ? ശുദ്ധ ഖുർആൻ ഇറക്കാൻ ലൈലത്തുൽ ഖദ്ർ തെരഞ്ഞെടുത്തു. ലൈലത്തുൽ ഖദ്ർ തെരഞ്ഞെടുത്തു. പക്ഷെ ആ ലൈലത്തുൽ ഖദ്ർ തെരഞ്ഞെടുക്കാനുള്ള കാരണം ലൈലത്തുൽ ഖദ്ർ 1000 രാവിനേക്കാൾ മഹത്വമുള്ളതാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് 1000 മാസത്തെക്കാൾ ബഹുമാനം എന്ന് പിന്നെ പറയുന്നത് എന്താ? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. ഖുർആൻ ഇറക്കി എന്നതല്ല ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം. ലൈലത്തുൽ ഖദ്റിന് നേരത്തെ മഹത്വം ഉണ്ട്. അതുകൊണ്ട് മഹത്വമുള്ള ഒരു രാവിലാക്കി മഹത്വമുള്ള ഖുർആൻ ഇറക്കല്. അപ്പൊ ഖുർആൻ ഇറക്കിയത് ലൈലത്തുൽ ഖദ്റിൽ. ലൈലത്തുൽ ഖദ്റിൽ ഇറക്കാൻ കാരണം അതിന് മഹത്വമുണ്ട്. മഹത്വം ഉണ്ടാകാൻ കാരണം തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. ആ രാത്രിയിലും മലക്കുകളായ മലക്കുകളൊക്കെ അതാ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. വറൂഹു, ആ മലക്കുകളുടെ ക്യാപ്റ്റൻ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമും അവരുടെ കൂടെയുണ്ടാകും. മലക്കുകളുടെ അകമ്പടിയോടെ, മറ്റു മലക്കുകളുടെ അകമ്പടിയോടെ ജിബ്രീൽ ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന നാളാണത്. ബിഇദ്നി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ ഓർഡർ പ്രകാരം, മിൻ കുല്ലി അംർ, സകലമാന കാര്യങ്ങളുടെയും നടത്തിപ്പിനായി, തീരുമാനങ്ങൾക്കായി ഈ ഭൂമിയിലേക്ക് അവർ ഇറങ്ങി വരുന്ന ദിവസമാണ്. അപ്പൊ മലക്കുകൾ ഇറങ്ങുക എന്നുള്ളതാണ് ശരിക്കും ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം. അങ്ങനെ മഹത്വം ഉള്ളത് കൊണ്ട് ആ ദിവസം തെരഞ്ഞെടുത്തു ഖുർആൻ ഇറക്കാൻ. അപ്പൊ ഖുർആൻ അല്ലാഹുവിന്റെ മഖ്ലൂഖല്ല. പക്ഷേ ലൈലത്തുൽ ഖദ്റിന് മഹത്വം കിട്ടാൻ കാരണമായത് ഏതാണ്? നുസൂലുൽ മലായിക, മലക്കുകൾ ഇറങ്ങുക എന്നുള്ളത്. മലക്കുകൾ അല്ലാഹുവിന്റെ പടപ്പുകളാണ്. അപ്പൊ അള്ളാഹുവിന്റെ പടപ്പുകളിൽ മലക്കുകൾ, അള്ളാഹുവിന്റെ പടപ്പുകളിൽപ്പെട്ട മലക്കുകളാണോ കൂടുതൽ അഫ്ളൽ, അതോ മുത്തുനബിയാണോ? മുത്തുനബിയാണ്. അഫ്ളലുൽ ഖൽഖാണ് മുത്തുനബി. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുത്തുനബി. അതുകൊണ്ട് മലക്കുകൾ ഇറങ്ങിയ രാത്രിയാണോ ബഹുമാനപൂർണമായ രാത്രി, അതോ മുത്തുനബി ഇറങ്ങിയ രാത്രിയോ? മുത്തുനബി ഭൂമിയിലേക്ക് ഇറങ്ങിയത് എപ്പോഴാണ്? ആമിനുമ്മയുടെ വയറ്റിൽ നിന്ന് മുത്തുനബി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു സമയമുണ്ട്. അത് ലൈലത്തുൽ മീലാദാണ്. മീലാദു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ജനിച്ച ദിവസം, അതാണ് ലോകത്തെ ഏറ്റവും വലിയ ബഹുമാനമുള്ള ദിവസം. കാരണം മലായിക്കത്ത് ഇറങ്ങിയ ദിവസത്തെക്കാൾ വലിയ ബഹുമാനം മുത്തുനബി ഇറങ്ങിയ ദിവസത്തിനാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഖസ്തല്ലാനി ഇമാമിന്റെ ഒക്കെ നിലപാട്. അപ്പൊ അതല്ലേ ശരി. ഇവിടെ കൊല്ലത്തിലെ ദിവസങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ള രാത്രി ലൈലത്തുൽ ഖദ്റാൻ. എന്തുകൊണ്ടാണ് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അതുകൊണ്ടാണ് അബ്ദുൽ ഹമീദ് ശർവാനി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്ക് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഐ ഫീ ഹഖിനാ,
നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദ്റാണ് വലിയ മഹത്വമുള്ള രാവെന്ന് പറയാം. ലാക്കിൻ പക്ഷേ, കണ്ടോ, പക്ഷേ ബഅദ ലൈലത്തിൽ മൗലിദി ശരീഫ്, ബഅദ ലൈലത്തിൽ മൗലിദി ശരീഫ്, തിരുജന്മരാത്രിക്ക് ശേഷം, തിരുജന്മരാത്രിക്ക് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുദൂതർ ജനിച്ച രാത്രിക്ക് ശേഷം, മീലാദ് രാത്രിക്ക് ശേഷമാണ് കേട്ടോ ലൈലത്തുൽ ഖദ്റിന് ബഹുമാനം ഉള്ളത്. അവിടെ തന്നെ എഴുതി, പക്ഷേ അതിനുശേഷമാണ്. എന്നിട്ട് ആ ലൈലത്തുൽ ഖദ്ർ, അപ്പൊ ഏറ്റവും ആദ്യം ലൈലത്തുൽ മീലാദ്, അത് കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ, അത് കഴിഞ്ഞാൽ ലൈലത്തുൽ ഇസ്റാ, റജബ് 27 ഇസ്രാഇന്റെ രാത്രി, ഇസ്രാ മിറാജും നടന്ന രാത്രി, പിന്നെ അറഫ രാവ്, പിന്നെ വെള്ളിയാഴ്ച രാവ്, പിന്നെ ബറാഅത്ത് രാവ്, ശഅബാൻ 15. ഇങ്ങനെയാണ് രാത്രികളുടെ ഓർഡർ. ഒന്നും കൂടെ പറയാം, ഏറ്റവും മഹത്വമുള്ള രാവ് മുത്തുനബിയുടെ മീലാദ്, മുത്തുനബി ജനിച്ച രാത്രി. സുബൈന്റെ മുമ്പാണല്ലോ ജനിച്ചത്, രാത്രിയിലാണ് ജനിച്ചത്, രാത്രിയുടെ അവസാന ഭാഗം. അത് കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ, അത് കഴിഞ്ഞാൽ ഇസ്രാ മിറാജിന്റെ രാത്രി, അത് കഴിഞ്ഞാൽ അറഫ രാത്രി, അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവ്, അത് കഴിഞ്ഞാൽ ശഅബാൻ 15, അതായത് ബറാഅത്ത് രാവ്. ഇതാണ്. ബാക്കിയുള്ള രാത്രികളൊക്കെ ഫഹിയ മുസ്തവിയ, അതൊക്കെ ഈക്വലാണ്, എല്ലാം ഈക്വലാണ്, എല്ലാം സമാണ്. അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ പറഞ്ഞു, രാത്രിക്ക് പകലിനേക്കാൾ മഹത്വമുണ്ട്. അതുണ്ട്, അത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അതിലേക്ക് നമ്മൾ വരേണ്ടതില്ല. അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് രാവ് കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, അതും നമ്മളെ സംബന്ധിച്ചിടത്തോളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. മുത്തുനബിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമല്ല. മുത്തുനബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം മുത്തുനബിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ലൈലത്തുൽ ഇസ്റാഇ വൽ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജിന്റെ രാവാണ്. കാരണം എന്താ? ലിഅന്നഹു റആ റബ്ബഹു ഫീഹാ, കാരണം അന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിനെ കണ്ട രാത്രി. അതിലും വലിയൊരു സംഭവ ബഹുലമായ രാത്രി മുത്തുനബിയെ സംബന്ധിച്ചിടത്തോളം വേറെയില്ല. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് ഈ വിഷയത്തിലുള്ള കൺഫ്യൂഷൻ തീരാനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് രാവാണ് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തത്, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, മലക്കുകൾ നിരന്തരമായി ഇറങ്ങും. വറൂഹു, റൂഹുൽ അമീൻ ജിബ്രീലും ഇറങ്ങി വരും. ഫീഹാ, ആ രാത്രിയിൽ, ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ കൽപ്പനയോട് കൂടെ, അവരുടെ റബ്ബിന്റെ ഓർഡറോടുകൂടെ, സമ്മതത്തോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. മലക്കുകളുടെ അകമ്പടിയോടെ ഇറങ്ങി വരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജിബ്രീൽ അലൈഹിസ്സലാം അവര് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലക്കുകളോട് കൂടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് പറയുമ്പം എന്തിനായിരിക്കും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്? എന്തിനായിരിക്കും ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞത്? അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കും. മലക്കുകളും ജിബ്രീൽ എന്ന് പറഞ്ഞത് എന്തിനാണ്? ജിബ്രീൽ അവരുടെ ക്യാപ്റ്റനാണ്. ഞാൻ ഇന്നലെ ഉദാഹരണം പറഞ്ഞു. മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മാലാഖമാരുടെ ക്യാപ്റ്റനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ മലക്കുകൾ എല്ലാവരും കൂടെ വരുന്നത് എന്തിനാ? മിൻകുല്ലി അംറിൻ, മിൻകുല്ലി അംർ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി, സകലമാന കാര്യങ്ങളുടെയും നടത്തിപ്പിനായിട്ടാണ് ഇവർ ഇറങ്ങി വരുന്നത്. സകലമാന കാര്യങ്ങളുടെയും നടത്തിപ്പിനായിട്ടാണ് ഇവർ ഇറങ്ങി വരുന്നത്. അന്ന് ആരാണോ പ്രാർത്ഥനയിൽ മുഴുകുന്നത്, അന്ന് ആരാണോ ആരാധനയിൽ മുഴുകുന്നത്, ലൈലത്തുൽ ഖദ്റാണെന്ന ബോധത്തോടെ ആരാണോ ഉറങ്ങാതെ കിടന്നുറങ്ങാതെ
റബ്ബിനോട് ചോദിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് ഇവരുടെ പ്രധാന സംഗതി. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. പിന്നീട് അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ രാത്രിയിലാണ്. അപ്പൊ അതുകൊണ്ട് മിൻ കുല്ലി അംർ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറം മിൻ ഇൻദിനാ, നമ്മുടെ ഓർഡർ പ്രകാരം, നമ്മുടെ പക്കൽ നിന്നുള്ള ഓർഡർ പ്രകാരം സർവ ഹിക്മത്തുള്ള കാര്യങ്ങളും യുക്തിഭദ്രമായ സർവ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ആ രാത്രിയിലാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറം മിൻ ഇൻദിനാ. സൂറത്തുൽ ദുഹാൻ 4. സലാമുൻ ഹിയ, ആ രാത്രി ശാന്തിയാണ്, ആ രാത്രി സമാധാനമാണ്. ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ ഉദിക്കുന്നത് വരെ, ഫജ്ർ ഉദിക്കുന്നത് വരെ, രാത്രി അവസാനിക്കുന്നത് വരെ, ഫജ്ർ ഉദിക്കുന്നത് വരെ, സുബഹിയാകുന്നത് വരെ അന്ന് ശാന്തിയും സമാധാനവുമാണ്. അപ്പോൾ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ വിലയിരുത്തേണ്ടതും പഠിക്കേണ്ടതും എന്താണ്? അവിടെ നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. തെറ്റിദ്ധരിച്ചു പോയ ഒരുപാട് ആളുകൾ. ഈയിടെ അടുത്ത് തന്നെ എന്നോട് ഒരു സഹോദരൻ ചോദിച്ചു, ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ആ രാത്രി, അത് 27-നാണെങ്കിൽ 27-ന്, 21-നാണെങ്കിൽ അങ്ങനെ, 23-നാണെങ്കിൽ അങ്ങനെ, 25-നാണെങ്കിൽ അങ്ങനെ, 29-നാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിലും ഏത് രാത്രിയാണോ ലൈലത്തുൽ ഖദ്ർ, അതിൽ ഒരു നിമിഷ നേരാണ് ഈ ലൈലത്തുൽ ഖദ്ർ, ഈ റഹ്മത്ത് ഇറങ്ങാന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ രാത്രി മുഴുവനുണ്ട് എന്നാണ് ഇന്ന് നിങ്ങളുടെ പ്രഭാഷണം കേട്ടപ്പോൾ തോന്നിയത്. രാത്രി മുഴുവനുണ്ട്, രാത്രി മുഴുവനുണ്ട്. ആ രാത്രി മുഴുവൻ അസ്തമിച്ചത് മുതൽ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ വരെ ഉണ്ടാവും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അപ്പൊ ഒരു രാത്രി 10 മണിക്കൂറാണെങ്കിൽ, കഴിഞ്ഞ നോമ്പിനൊക്കെ രാത്രി 10 മണിക്കൂർ കിട്ടി. 10 മണിക്കൂറാണ് അസ്തമിച്ചിട്ട് സുബഹി ബാങ്കിന്റെ ഇടയിലുള്ള സമയമെങ്കിൽ, അതാണല്ലോ ഇപ്പൊ രാത്രി എന്ന് പറഞ്ഞത്. അപ്പൊ ഈ രാത്രി 10 മണിക്കൂറാണെങ്കിൽ, ഇനി നമ്മളത് 9 എന്ന് പറയാം, 9 മണിക്കൂർ സമയമാണെങ്കിൽ ആ 9 മണിക്കൂർ സമയം ചിലപ്പോ 10 ഉണ്ടാകും, ചിലപ്പോ 9, 9-ന്റെ 10-ന്റെ ഇടയിൽ അങ്ങനെയൊക്കെയാണ് രാത്രികൾ വരാറ്. ചിലപ്പോൾ രാത്രി കൂടും, ചിലപ്പോൾ രാത്രി കുറയും. എങ്ങനെയായാലും ഈ രാത്രികള് ഈ രാത്രിയിലെ മണിക്കൂറുകൾ ഈ 1083 കൊല്ലവും ചില്ലറയും ജീവിച്ച, അതും നമ്മളൊന്ന് റൗണ്ട് ചെയ്യാം, 80 ചില്ലാനം വർഷം, അല്ലെ, 80 വർഷം ജീവിച്ച പുണ്യം നേടാൻ ഈ ഒരു 10 മണിക്കൂർ സമയം കൊണ്ടാവുമെങ്കിൽ, 10 മണിക്കൂർ സമയം കൊണ്ട് 80 കൊല്ലം ജീവിച്ച അവസരം നേടാനാകുമെങ്കിൽ അതില് 1 മണിക്കൂർ കൊണ്ട്, 1 മണിക്കൂർ കൊണ്ട് എത്ര 8 കൊല്ലവും ചില്ലറയും ജീവിച്ചത് നേടിക്കൂടെ? അവിടെയാണ് ചിന്തിക്കേണ്ടത്. 9 മണിക്കൂർ സമയമാണ് ഉള്ളതെങ്കിൽ അതില് 1 മണിക്കൂർ സമയം നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതൊരു 9 കൊല്ലം ജീവിച്ച അത്ര പുണ്യം നമുക്ക് നേടാൻ കഴിയില്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിന്തിക്കേണ്ടതാണ്.